ഹായ്, സാമ്പത്തിക വർഷം അവസാനിക്കാറായി. ടാക്സ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് കയ്യിലുള്ളത്. ടാക്സ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 80C ആണ്. അപ്പോൾ 80C നിക്ഷേപങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമുക്കതിൽ ടാക്സ് സേവ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പരമാവധി 1.5 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് സെക്ഷൻ 80Cയിൽ കിഴിവായിട്ട് അവകാശപ്പെടാനായിട്ട് പറ്റുന്നത്. നിങ്ങളുടെ ടാക്സ് സ്ലാബ് എന്ന് പറയുന്നത് 30%ലാണെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷത്തിൻ്റെ 30% 45,000 രൂപയോളം നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ സെക്ഷൻ 80C കവർ ചെയ്യുന്ന നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ചിലവുകൾ എന്ന് നോക്കാം. മെയിൻലി വരുന്നത് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട്, 5 വർഷത്തെ ബാങ്ക് നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ, ഇത് ടാക്സ് സേവിങ്സ് നിക്ഷേപങ്ങളായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റുകൾ, ELSS അതായത് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് സ്കീമുകൾ, വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന, വളരെ ഭാവിയിൽ വളരെ അട്രാക്റ്റീവായിട്ട് റിട്ടേൺ ലഭിക്കും എന്ന് കരുതുന്ന ഒരു നിക്ഷേപ മാർഗമാണ് ELSS. കുട്ടികളുടെ ട്യൂഷൻ ഫീസ്, നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് സീനിയർ സിറ്റിസൺ നിക്ഷേപ പദ്ധതികൾ, നിങ്ങൾ ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഹൗസിംഗ് ലോണിൻ്റെ പ്രിൻസിപ്പളിലേക്കുള്ള തിരിച്ചടവ്, നാഷണൽ പെൻഷൻ സ്കീമിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, സുകന്യ സമൃദ്ധിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, നിങ്ങൾ ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് വേണ്ടി വന്നിട്ടുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എക്സ്പെൻസ് നിങ്ങൾക്ക് സെക്ഷൻ 80Cയിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. സെക്ഷൻ 80C കൂടാതെ സെക്ഷൻ 80CCC, then 80CCD1 ഈ സെക്ഷനുകളായിട്ട് നിങ്ങൾക്കൊരു പെൻഷൻ സ്കീമിലേക്കുള്ള നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് കിഴിവായിട്ട് അവകാശപ്പെടാനായിട്ട് കഴിയും. ഇതും 1.5 ലക്ഷം രൂപ തന്നെയാണ് അതിന് ലിമിറ്റ് വരുന്നത്. ഇത് കൂടാതെ സെക്ഷൻ 80CCD1B പ്രകാരം ഒരു അഡീഷണൽ കോൺട്രിബ്യൂഷൻ 50,000 രൂപയുടെ അഡീഷണൽ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ 80CCD1B കൂടി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം 2 ലക്ഷം രൂപയുടെ ഡിഡക്ഷൻസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 2 ലക്ഷം രൂപയുടെ 30% എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 60,000 രൂപയാണ് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് ടാക്സിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്.